സന്ദീപ്, എന്താ ലേറ്റായേ? വിദ്യാമ്മയെ കണ്ട് സംസാരിച്ചു വന്നാണോ? വിദ്യാമ്മയെ കണ്ടെങ്കിലും തിരക്ക് കാരണം ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അമ്മയോടെ? അമ്മ ഓക്കെ അല്ലേ? ശ്രീകലാമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴാ ശരിക്കും ഞങ്ങൾ ഞെട്ടിയത്. എന്താ ഉണ്ടായേ? ഡാഡിയുടെ കാലുവേദന നിശേഷം മാറി. ആളിപ്പോ പഴയതിലും നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. ശരിക്കും? സത്യമാണോ? അതെന്നെ, പെയിൻ കംപ്ലീറ്റ് മാറി. ഡാഡി ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. ഒക്കെ ദേവൂട്ടി അമ്മയുടെ വിരലിൽ അണിയിച്ച മോതിരത്തിന്റെ ശക്തിയാ. മോളെ, തമ്പീച്ചനിപ്പോ ഓക്കെ അല്ലേ? കാലിന് വേനൊന്നുമില്ലല്ലോ? ഇല്ലില്ല, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇപ്പൊ ഒട്ടും പെയിനും ഇല്ല. അമ്മയോടെ? ശ്രീകല നല്ല ടയേർഡാ. കുറച്ചു നേരം മയങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കുക. ഇന്ന് മുഴുവൻ ആള് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ആ മോതിരം വാങ്ങി ദേവൂട്ടിയെ തിരിച്ചേൽപ്പിക്കണമായിരുന്നു. അല്ല, ഇന്ന് തന്നെ അത് വേണമെന്നുണ്ടോ? ഇന്നിനി അമ്മയെ ഒന്നും പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന നല്ലത്. രാവിലെ കണ്ടാ പോരെ? എന്നാ അത് മതി. എന്തായാലും അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിനൊപ്പം തമ്പിയച്ചന്റെ കാല് ശരിയായല്ലോ. ഒക്കെ മൂകാംബിക ദേവിയുടെ ശക്തിയും പിന്നെ ദേവൂട്ടിയുടെ പ്രാർത്ഥനയുമാ. ഇപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായില്ലേ തമ്പിയച്ച? ഒക്കെ ഞങ്ങൾക്ക് ബോധ്യായി അല്ലേ മോളെ? ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്ത് തമ്പിയേട്ടാ, എന്തുറ്റി? അതെ, തൽക്കാലം റൂം കുറച്ചു നേരം ലോക്ക് ചെയ്തിടാം. സന്ദീപ് വന്നിട്ടുണ്ട്. അതിനെന്താ? അതല്ല, ശ്രീകളെ വന്ന ഉടൻ അവൻ തന്റെ പേരിൽ കിടക്കുന്ന മോതിരമില്ലേ, അത് ദേവൂട്ടിയെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ഇത് തിരികെ കൊടുത്താലേ ചിലപ്പോ എന്റെ ശബ്ദം വീണ്ടും നഷ്ടപ്പെട്ടാലോ? അതെ. അത് മാത്രമല്ല, തമ്പിയേട്ടന്റെ കാലുവേദന വീണ്ടും വന്നാൽ എന്ത് ചെയ്യും? എനിക്കും അങ്ങനൊരു ഭയം ഇല്ലാതില്ല. പക്ഷേ മോതിരം ദേവൂട്ടിക്ക് കൊടുത്തേ പറ്റൂന്ന് സന്ദീപിന് ഒരേ നിർബന്ധം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് താൻ ആകെ ടയേർഡാണ്, നാളെ ആവട്ടെ എന്ന്. ഞാനിത് തിരികെ ആ പെണ്ണിന് കൊടുക്കാനൊന്നും പോകുന്നില്ല. ദേ, അവള് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ എനിക്കിത് തന്നത്. പിന്നെന്തിനാ ഞാനിത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നേ? അതിന്റെ കാര്യമില്ല. ഒരുപക്ഷെ സന്ദീപിന് അതൊരു അഭിമാന പ്രശ്നമായി തോന്നിയിട്ടുണ്ടാവും. എന്തായാലും താൻ ആ മോതിരം ഇനി എത്ര നിർബന്ധിച്ചാലും തിരികെ കൊടുക്കാൻ പോകണ്ട. ചിലപ്പോ അവന്റെ മുന്നിൽ വെച്ച് ഞാനും തന്നെ നിർബന്ധിച്ചെന്നൊക്കെ ഇരിക്കും. പക്ഷേ താൻ പിടിച്ച പിടിയാലെ അങ്ങ് നിന്നോണം. ഞാനൊരു സ്വാമിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അയാളോട് നമുക്ക് ഇതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. പ്രതിവിധിയോ? അതേടോ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദേവൂട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ഈ മോതിരം. ഇത് തിരിച്ചു കൊടുത്താൽ ചിലപ്പോ അവൾ ആഗ്രഹിക്കുന്ന പോലെ സന്ദീപിനെ സ്വന്തമാക്കാൻ അവൾക്ക് സാധിച്ചാലോ? തമ്പിയേട്ടാ, അത് ശരിയാ. ചിലപ്പോ ഇത് നഷ്ടപ്പെട്ട അവളുടെ മനസ്സിന്ന് സന്ദീപിന്റെ കാര്യം ഒഴിഞ്ഞു പോവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് വന്നാലും അവൾക്കിത് ഞാൻ കൊടുക്കില്ല. മകേശം പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ലല്ലോ. അവളുടെ കാര്യം എന്തായി കാണും? എന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി ആ സുഗന്ധി നമ്മളോട് ചെയ്തത്. അവളെ വിശ്വസിച്ച് നമ്മളെ പറഞ്ഞാ മതിയല്ലോ. നിങ്ങളിത് എവിടെയായിരുന്നു ഇത്ര നേരം? ശിവപ്രിയമോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതെല്ലാവർക്കും കൂടിയുള്ള ഭക്ഷണമാ. മണിയൊന്നും കഴിച്ചില്ലല്ലോ, ആദ്യം ഇവന് കൊടുക്ക. നീ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. ശിവപ്രിയ മോളുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ?
ആ, എന്റെ മോൾക്ക് ദേവിയുടെ തുണയുണ്ട്. അതുകൊണ്ടാ വിദ്യാമ്മയ്ക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയത്. വിദ്യാമ്മ അവളെ രക്ഷിച്ചെന്നോ? അതെങ്ങനെ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ കുട്ടി ഇപ്പൊ വിദ്യാമ്മയുടെ കൂടെയുണ്ട്. എന്നിട്ട് നീ എന്താ മകേശ അവളെ കൂടെ കൂട്ടാത്തത്? അവളെ ഇനി എങ്ങോട്ടും വിടാൻ പറ്റില്ലെന്നാ വിദ്യാമ്മ പറഞ്ഞത്. മോള് വിദ്യാമ്മയുടെ കൂടെ നിന്നോളൂ. അതെന്ത് ഇടപാടാ മകേശ? നമ്മുടെ കുഞ്ഞ് നമ്മളെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അല്ലാതെ അവളെ എന്തിനാ അവരുടെ കൂടെ നിർത്തുന്നത്? നമ്മുടെ കൂടെ നിന്നിട്ട് അവളെ രക്ഷിക്കാൻ നമുക്ക് ആയില്ലല്ലോ. അവിടെയും വിദ്യാമ്മ തന്നെ വേണ്ടി വന്നില്ലേ? അതുകൊണ്ടാ ശിവപ്രിയയെ വിദ്യാമ്മയുടെ കൂടെ നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞത്. ഓ, അത് നിങ്ങൾ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. പിന്നല്ലാതെ എനിക്ക് എന്റെ മോളുടെ ജീവനാ വലുത്. സമ്മതിച്ചു, നിനക്ക് നിന്റെ മോളുടെ ജീവൻ തന്നെയാ വലുത്. പക്ഷേ ആ ജീവൻ ഇനി എത്ര നാളത്തേക്കുണ്ടെന്നാ മകേശ നിന്റെ വിചാരം? കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഏറിയ 1-2 ദിവസം, അതിനുള്ളിൽ അവളുടെ ജീവൻ ഒടുങ്ങുമെന്നല്ലേ എല്ലാരും പറയുന്നത്. പിന്നെ അവളെ അണച്ചു പിടിച്ചിട്ട് എന്ത് നേടാനാ? അവർക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? അതേസമയം ശിവപ്രിയ മോള് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവൻ കൊണ്ട് നമ്മുടെ മണിക്കുട്ടനെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലേ? അല്ല, മണിക്കുട്ടന് അവളുടെ ഹൃദയം മാറ്റിവെച്ച അമ്മേ, ഞാനമ്മയോട് എത്ര തവണ പറഞ്ഞു ശിവക്കുട്ടി ഇല്ലാതായിട്ട് എനിക്കൊരു ജീവിതം വേണ്ടെന്ന്. എനിക്ക് ജീവിച്ചില്ലേലും കുഴപ്പമില്ല. മൂകാംബിക അമ്മ ശിവക്കുട്ടിക്ക് ഒരു കുഴപ്പവും വരുത്താതിരുന്നാ മതി. എനിക്ക് ദൈവം തരുന്ന ആയുസ് മതി. അതിനുവേണ്ടി ശിവക്കുട്ടി മരിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. അവൾ എന്നും ജീവിച്ചിരിക്കാനേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. മണിക്കുട്ട, നിനക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. മനസ്സുകൊണ്ട് ഈശ്വരനെ മുറുകെ പിടിക്കുമോനെ. നിന്നെ സാക്ഷാൽ മൂകാംബി അമ്മയും മഹാദേവനും കാത്തുകൊള്ളും.